എൻ്റെ മക്കളൊക്കെ ഇവിടെ എനിക്ക് നിങ്ങളോട് കാര്യം പറയാനുണ്ട്. മൻസൂറും റാഫിയും മൊയ്തീൻകുട്ടിയും ഹംദാനൊക്കെ ഇവിടെ ഇല്ലേ? എന്തിപ്പാ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എടാ റാഫിയോടെ ഞാൻ ഇവിടെ ഉണ്ട്. എന്തേ? എടാ ഇതാണ് എൻ്റെ മൂത്തോനാണ്. എന്നോടൊരു കാര്യം പറഞ്ഞ് ഏൽപ്പിക്കാണ്ട് എനിക്ക്. അതെന്താ? ഇതൊരു നോട്ടുക്കും പിന്നെ എടുത്തുകൊണ്ട് പോവാ. ഞാൻ കൂടുതൽ കാലം ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ കുറച്ച് ഇടപാടുകളൊക്കെ എഴുതിയേക്കാണ്ട്. കാലി 3800, കോഴി കച്ചവടക്കാരൻ ബസീർ 2300, ബാലന് 1800, പിന്നെ അസഫ് 4100, പിന്നെ കുമാരന് 2300. ഇപ്പൊ 2 പേജ് കഴിഞ്ഞല്ലോ, അഞ്ഞും കിട്ടാണ്ടോ? നീ കിട്ടാനുള്ളതല്ല, ഞാൻ അങ്ങോട്ട് കൊടുക്കാനുള്ളത് അത് എഴുതിക്കോ. ആയിൻകുട്ടി 26,000 റുപ്യ, നമ്മളെ ആലിക്കുട്ടിക്ക് 48,000 റുപ്യ, പിന്നെ ആ ആട് വയസ്സിൽ 1.25 ലക്ഷം റുപ്യ കൊടുക്കാണ്ട്, പിന്നെ നമ്മളെ പറ്റുകടിയിലുണ്ട് ഒരു 19,000 റുപ്യ എഴുതിയില്ലേ? ഇനി പറയാനുള്ളത് നമ്മളെ ഇന്റർലോക്ക് ആ മുറ്റത്ത് വരക്കാൻ വേണ്ടി കുറച്ച് പൈസ കൊടുക്കാണ്ട്, അതൊരു 80,000 രൂപ ബാക്കി കൊടുക്കാണ്ട്. എനിക്ക് സ്കൂളിൽ കുട്ടികളെ കൊണ്ടുവരാനുണ്ട്, നീ എഴുതിക്കോ. അല്ലെങ്കിൽ തന്നെ മോളെ കെട്ടിച്ച കട എല്ലാം കൂടി എന്നോട് ഇവിടെ വാപ്പാന്റെ കടയിലും കൂടി ചെരുപ്പ് എടുക്കാൻ വരെ പൈസ. ഞാൻ മൊയ്തീൻകുട്ടി എഴുതിക്കോ. എന്താ നീ എഴുതിക്കോ. എനിക്ക് പോത്താടെ തൊത്ത് കൊണ്ടേ കെട്ടാണ്ട്. അല്ല കാപ്പ ഞാൻ തൊത്ത കാട്ടുന്നു, എല്ലാരും പോയല്ലോ. അല്ല എല്ലാരും വരുന്നല്ലോ, ഇതുകൊണ്ട് വരുന്നാളാ. ആലിക്കുട്ടിയെ, എനിക്ക് 4 മക്കളുണ്ടായിട്ട് എന്താ കാര്യമുള്ളത്? കുറച്ച് കടമ വന്നപ്പോള് ഇവർ വലിയൊരു 4 ഭാഗത്തേക്കാണ് പോയി. ഞാനിപ്പോ കടക്ക് എങ്ങനെ വീട്ടും? കാക്ക, ഈ കാലത്ത് മക്കളെ കൊണ്ട് ഉപകാരം കിട്ടുമെന്ന് വിചാരിക്കണ്ട. ആവുള്ള കാലത്ത് കടം പള്ളിയാ ജീവിക്കാൻ നോക്കേണ്ടിയിരുന്നു.